ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരു വലിയ വ്യക്തിയുടെ കൂടെയാണ്. നിഷാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്താണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ? എനിക്ക് ഈ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഒരു അത്ഭുതവും ഒരു എന്താ പറയാ ഭയങ്കര ഒരു കൗതുകവും തോന്നി. കാരണം എവിടെയും കേൾക്കാത്ത വളരെ റെയർ ആയിട്ടുള്ള ഒരു പേരാണ്. എന്താണ് ഇത്? ഈ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്ന് കേട്ടപ്പോൾ തന്നെ എന്ത് തോന്നി? എനിക്ക് പണ്ടത്തെ സിനിമ പേര് ഓർമ്മ വന്നു, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ അല്ലെ. അപ്പോ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നതിന്റെ സിമിലാരിറ്റി ഇതിൽ വന്നിട്ടുണ്ട്. അതെ. അപ്പോ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുമ്പോ ഈ മുന്തിരിക്ക് ഇപ്പൊ ഒരു കിലോക്ക് എന്ത് വരണ്ടെന്ന് അറിയോ? നല്ല വിലയുണ്ടാവും. ഏകദേശം ഒരു അപ്രോക്സ് അറിയാൻ പറ്റുമോ? ഒരു 150 200 റേഞ്ചിലൊക്കെയാണ്. ചന്ദനത്തിന് എത്ര വിലയാണെന്ന് അറിയോ? അറിയില്ല. ഇതാണ് ഏറ്റവും നമ്മുടെ ഉള്ള മിക്ക ആളുകളുടെ പ്രശ്നമാണ്. ഈ ചന്ദനത്തെ കുറിച്ചുള്ള വലിയ നോളജ് ഒന്നും പലർക്കും ഇല്ല. അതായത് ഇന്ന് ചന്ദനത്തിന്റെ റേറ്റ് നിങ്ങൾ കിലോക്ക് 20,000-26,000 റുപ്പീസാണ് കിലോക്ക് വരുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ മരം ഏതാന്ന് ചോദിച്ചാൽ അതറിയോ? ചന്ദനം അല്ല, ലോകത്തിലെ ഏറ്റവും വില കൂടിയ മരം ആഫ്രിക്കൻ ബ്ലാക്ക് വുഡ് ആണ്. അതേസമയം ഡിമാൻഡ് ഉള്ള വൃക്ഷം അതും ഇത് ചന്ദനമാണ്. ഇപ്പൊ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഒരു വർഷം 2000 ടൺ റിക്വയർമെന്റ് ഉള്ള ഒരു അത്ഭുത വൃക്ഷമാണ് ചന്ദനം. ഓക്കെ. അപ്പൊ ഈ ചന്ദനത്തിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു അത്ഭുത വൃക്ഷമാണ് ചന്ദനം. ഇപ്പൊ ആൽമരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആൽമരം അതിന്റെ ഗുണം എന്താന്ന് പറയും? ഒരുപാട് ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വൃക്ഷമാണ് ആൽമരം. അപ്പൊ ഈ ആൽമരം പകൽ സമയത്ത് ഓക്സിജനും രാത്രി സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇതേ സമയം ചന്ദനം സെയിം തന്നെയാണ്, പക്ഷേ ആൽമരത്തിന്റെ ഡബിള്. ഓക്സിജൻ പകൽ സമയത്ത് സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും, രാത്രി സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ കൂടെ പകൽ സമയത്ത് പുറപ്പെടുവിച്ച ഓക്സിജൻ അതേമാതിരി നിലനിർത്തുന്നുണ്ട്. സർ, അപ്പോ മറ്റ് റിസോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ താമസിച്ചാൽ, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകളിൽ താമസിച്ചാൽ നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഈ ഒരു ചന്ദനക്കാട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശരീരത്തിന്റെ ത്വക്കിനായാലും ശരി, പിന്നെ ശരീരത്തിന്റെ ഇന്നർ പാർട്സിനായാലും ശരി, ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇവിടെ താമസിക്കുമ്പോൾ കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ പ്രൊജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഏക്കറിൽ 1460 ചന്ദനമരങ്ങൾക്കിടയിൽ 90 റിസോർട്ടുകളാണ്. അപ്പൊ ഈ റിസോർട്ടിന് മറ്റൊരു അത്ഭുതമുണ്ട്. ഈ റിസോർട്ടിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു എക്കോ ഫ്രണ്ട്ലി ആണ്. അതായത് ഒരു ഇതിന്റെ ടോപ്പ് കണ്ടിട്ടുണ്ടാവും അല്ലെ, ഒരു ഓവൽ ഷേപ്പിലാണ് ഒരു റൗണ്ടിന്റെ പകുതി വെച്ചിട്ട് ഇതിന്റെ ടോപ്പ് കംപ്ലീറ്റ് ഒറിജിനൽ ഗ്രാസ് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ബോട്ടം സൈഡില് മഡാണ്. ഇപ്പൊ നമ്മള് പണ്ട് കായക്കൽപ്പ ചികിത്സക്ക് പോകുമ്പോ അവിടെ കംപ്ലീറ്റ് പ്രകൃതിയുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ആണ്. അതായത് മഡ് ഹൗസിൽ താമസിക്കുന്നു, പിന്നെ അവിടെ നീന്തി കുളിക്കാനുള്ള സൗകര്യങ്ങള്, പിന്നെ മറ്റേ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ, ഒഴിച്ചില് ഇതൊക്കെ ഞങ്ങളോട് കൊണ്ടുവരണം. ഇത് സത്യത്തിൽ പറഞ്ഞ റിസോർട്ട് ആണെങ്കിലും ഇത് സത്യം ഓപ്പണായി പറയുകയാണെങ്കിൽ ഒരു ആയുർവേദ ഒരു അറ്റ്മോസ്ഫിയർ ഹോസ്പിറ്റൽ പോലെ തന്നെയാണ്. അപ്പൊ ഇത് അതിനുള്ള സൗകര്യങ്ങൾ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് 7 ഏക്കറിൽ പച്ചക്കറി, ഇവർക്ക് ഇവിടെ താമസിക്കാൻ വരുന്നവർക്കുള്ള പച്ചക്കറി, ഫ്രൂട്ട്സ്, ഈവൻ അവിടേക്കുള്ള കോഴിമുട്ട, കോഴി, ആട്, പോത്ത്, ഇതൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്യണം. അപ്പൊ 100% ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് മാറണം. അപ്പൊ ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾ സെറ്റ് ആക്കുന്നത്. അതായത് ഇത് വന്നു കഴിഞ്ഞാൽ 1, 2, 3 മാസമൊക്കെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അരോമ തെറാപ്പി പോലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ സത്യത്തിൽ ഇതൊരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയർ, ഒരു ക്യാമ്പസ് എന്ന് പറയാൻ വേണമെങ്കിൽ ആയുർവേദിക് ക്യാമ്പസ്. അപ്പൊ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു റിസോർട്ടാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും ഒരു വെൽനെസ്. ഇപ്പൊ ആൾക്കാർ ഇപ്പൊ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഹെൽത്തിലേക്ക് തന്നെയാണ്. പക്ഷെ ഇപ്പൊ വേറൊരു കാര്യം കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ഒരു അൾട്ടിമേറ്റ് എല്ലാ മനുഷ്യന്മാർക്കും ഏറ്റവും വലിയ ഫോക്കസ് എന്ന് വെച്ചാൽ 1 ഹെൽത്ത്, 2 വെൽത്ത്, 3 ഹാപ്പിനെസ്, 4 ലെഗസി എന്ന് പറയും. അതായത് ആരോഗ്യം വേണം, അല്ലെ, സമ്പത്ത് വേണം, സന്തോഷം വേണം, ലെഗസി അത് പാരമ്പര്യമായിട്ട് കൊടുക്കാനും പറ്റണം. അത് എനിക്ക് മാത്രമല്ല, നാളെ ഞാൻ ഇല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണം. അപ്പൊ ഇതില് ആരോഗ്യം സന്തോഷം കൈമാറ്റം ചെയ്യാൻ പറ്റൂല, അപ്പൊ നമ്മുടെ സമ്പത്തേ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഒരു 5 സെന്റ് ലാൻഡ്, ഇതില് 575 സ്ക്വയർ ഫീറ്റ് ആണ് റിസോർട്ട് വരുന്നത്.
ഇതിൽ ഈ 575 സ്ക്വയർ ഫീറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് എക്കോ ഫ്രണ്ട്ലി ആണ്. ഇതിനകത്ത് പ്രൈവറ്റ് ആയിട്ട് നീന്തി കുളിക്കാനുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇതിൽ. അത് കുറച്ച് അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ ചെയ്തു വെച്ചേക്കണം. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആരും കാണൂല. അപ്പൊ ഒരു ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാല് പ്രൈവറ്റ് ആയിട്ട് ഒന്ന് നീന്തി കുളിക്കാൻ ഉള്ള ആ ഒരു ആരോഗ്യത്തെ വീണ്ടെടുക്കാനുള്ള സൗകര്യം കൂടെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ 5 സെന്റ് ലാൻഡിൽ 16 ചന്ദന മരങ്ങളുണ്ട്. അങ്ങനെ ടോട്ടൽ 90 എണ്ണത്തിൽ ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ഇത് സെറ്റായി വരുന്നത്. സർ, അപ്പൊ എനിക്ക് അടുത്തത് ചോദിക്കാനുള്ളത്, ഞാനിപ്പോ ഇത് വാങ്ങാൻ തീരുമാനിച്ചു, എന്താണ് എനിക്ക് ഇതിന്ന് കിട്ടാവുന്ന ലാഭം അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്? അപ്പൊ ഇത് 2-3 തരത്തിൽ ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഈ നമുക്ക് പറഞ്ഞ ചന്ദനത്തോപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആരോഗ്യം. നമുക്കവിടെ താമസിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1-2 മാസം താമസിച്ചാൽ നമ്മള് ഒരു 5-10 വയസ്സ് ബാക്കിലേക്ക് പോകാൻ പറ്റും. 1. 2, വെൽത്ത്. ഇനി നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇത് വാടകയ്ക്ക് കൊടുക്കാം. വാടകയ്ക്ക് കൊടുക്കുന്നത് ഡെയിലി 20,000 രൂപയ്ക്ക്. അപ്പൊ ഡെയിലി 20,000 വാടകയ്ക്ക് കൊടുക്കുമ്പോൾ പെർ ഡേ 20 × 30 ദിവസം 6 ലക്ഷം രൂപ ഇരുന്ന് വാടക എത്തി കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് വാടക എത്തി കിട്ടുമ്പോൾ 6 ലക്ഷം രൂപ, അതിന് ചെറിയ സർവീസ് ചാർജ് ഞങ്ങൾ എടുക്കും, ബാക്കിയുള്ളത് ഇന്ന് ഓണേഴ്സിന് ഞങ്ങൾ കൊടുക്കാൻ. അത് കഴിഞ്ഞാലോ ഇത് 16 ചന്ദന മരങ്ങളുണ്ട്. ഇതിന് 15 കൊല്ലം കഴിയുമ്പോൾ ഇത് മുറിച്ച് ഗവൺമെന്റ് ഒന്ന് മുറിച്ചുണ്ടാക്കോളും. അതിൽ നിന്ന് ഒരു ഏകദേശം 2 കോടി മുതൽ 4 കോടി വരെ മരത്തിൽ നിന്നും കിട്ടും. അത്ഭുത വൃക്ഷം, വില കൂടിയത് മനസ്സിലായല്ലോ. അപ്പൊ ഇതും കിട്ടുന്നു. മാത്രമല്ല അതൊക്കെ കഴിഞ്ഞാലോ അടുത്ത തലമുറക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞങ്ങൾ അറ്റ് പ്രസന്റ് ഇത് ചെയ്യുന്നത് 85 ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങളിത് ഒരു കസ്റ്റമർക്ക് കൊടുക്കണം. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗായത്രി ഇത് വാങ്ങിച്ചു കഴിഞ്ഞാല് 85 ലക്ഷം വാങ്ങിച്ചു. ഇപ്പൊ ജനുവരി മാസം മുതൽ വാടകയ്ക്ക് കൊടുത്തു തുടങ്ങണം. ഗായത്രിക്ക് ഇപ്പത്തെ വന്ന് താമസിക്കേണ്ട കാര്യമൊന്നുമില്ല, അത്യാവശ്യം ഓക്കെ ആണല്ലോ. പക്ഷെ വാടകയ്ക്ക് കൊടുത്താലോ ഒരു 6 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാ ചെലവും കഴിച്ചിട്ട് 4 ലക്ഷം രൂപ കൈ കിട്ടി അല്ലെ. അപ്പൊ എല്ലാ മാസവും 4 ലക്ഷം രൂപ വെച്ച് കിട്ടുമ്പോൾ 1.5 കൊല്ലം കൊണ്ട് എന്തായി, മുടക്കിയ പൈസ 1.5-2 കൊല്ലം കൊണ്ട് തിരിച്ചു കിട്ടി. ഓക്കെ, പിന്നെ ഇന്നും നമുക്ക് എന്തുണ്ട്, ഇത് ഇതൊരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. 1. പിന്നെ 15 കൊല്ലം കഴിഞ്ഞാലോ ഈ സാൻഡൽവുഡിൽ നിന്നുള്ള ആ ഒരു ഇൻകം വേറെയും കിട്ടും. അത് അടുത്തൊരു പ്ലസ് പോയിന്റ് ആണ്. സർ ഇപ്പൊ പറഞ്ഞു ഇതിന് 85 ലക്ഷം രൂപയാന്ന് പറഞ്ഞു, പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല വിചാരിക്കും, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ അതിന് ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതിനെ റിയൽ എസ്റ്റേറ്റ് സിൻഡിക്കേറ്റ് എന്ന് പറയും. അതായത് 85 പേരടങ്ങുന്ന 1 ലക്ഷം രൂപ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് 85 പേരുടെ പേരിൽ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ 85 ആൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. എക്സാമ്പിൾ 4 ലക്ഷം രൂപ ഉണ്ട് മാസം വാടക കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 4 ലക്ഷം ഡിവൈഡഡ് ബൈ 85. എക്സാമ്പിൾ 3000-4000 ഇപ്പോൾ നമുക്ക് എല്ലാ മാസവും 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടും. എക്സാമ്പിൾ ഗായത്രിയിൽ 10 ലക്ഷം രൂപയുണ്ട്. അപ്പൊ ഏകദേശം മാസം ഒരു 30,000 to 40,000 മന്ത്ലി റവന്യൂ കിട്ടുന്ന രീതിയിൽ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ അത്തരത്തില് ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും. ഇപ്പൊ ഞങ്ങൾ ഇന്ന് മാതൃഭൂമിയുടെ ഒരു അവാർഡ് കിട്ടി. ഈ ഒരു ബെസ്റ്റ് ഇന്നോവേഷൻ ടൂറിസം അവാർഡാണ്. അവിടെ ഒരുപാട് കുട്ടികളെയും കൊണ്ട് മാതാപിതാക്കൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കണേ? അപ്പൊ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാ. ശരി, എത്ര നാൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കും? ഒരു 20-25 വയസ്സ് കഴിഞ്ഞാൽ ഇവരൊക്കെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് അയക്കും. പിന്നെ നിങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കണേ? അറിയില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? നിങ്ങൾ ആര് നോക്കും? ഈ ചോദ്യത്തിന് ഇപ്പോ മിക്ക മാതാപിതാക്കളും ചോദിക്കാണ്, നിങ്ങളുടെ 25 വയസ്സ് വരെ നിങ്ങളെ നോക്കിയത് മാതാപിതാക്കൾ, 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ആര് നോക്കും? നമ്മളെ തന്നെ നോക്കും. പക്ഷെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ശരാശരി മനുഷ്യൻ കേരളത്തില് 95 വയസ്സിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. എങ്കിൽ ഈ 35 കൊല്ലം ആര് നമ്മൾ നോക്കും? 60 വയസ്സ് കഴിഞ്ഞ് നമുക്ക് ആരോഗ്യമില്ല, 60 വയസ്സ് കഴിഞ്ഞ അസുഖങ്ങൾക്ക് ഒരു കുറവില്ല. അപ്പൊ ഈ 25 മുതൽ 60 വയസ്സ് വരെ ആരോഗ്യമുണ്ട്, നമുക്ക് നമുക്ക് ആരെങ്കിലും ജോലിക്ക് വിളിക്കും അല്ലെ. പക്ഷെ 60 വയസ്സ് കഴിഞ്ഞാലോ നമുക്ക് ആ ജോലിക്ക് പോകാനും പറ്റൂല, നമുക്ക് ആരോഗ്യമില്ല, കുറെ മെഡിസിനും വേണം. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കും? അതായത് സ്കൂളിൽ നിന്ന് ഒരു പഴഞ്ചൊല്ലി പഠിപ്പിച്ചിട്ടുണ്ടാവും, ഓർമ്മയുണ്ട? സമ്പത്ത് കാലത്ത് സൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തീറ്റാം. ആ ഒരു പഴഞ്ചൊല്ല് പഠിപ്പിച്ച് നമ്മൾ ടീച്ചർമാർ ഒരു കാര്യം പഠിപ്പിച്ചെന്നില്ല, ഈ തയ്യാതൊന്നും പഠിപ്പിച്ചെന്നില്ല. നമ്മൾ വീട്ടിൽ കൊണ്ട് തെങ്ങ് നട്ടു, പ്ലാവ് നട്ടു, പക്ഷെ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ ഇത് രണ്ടും കൂടെ പ്രൊവൈഡ് ചെയ്യണം. അതായത് നമുക്ക് പ്രായമാകുമ്പോൾ ജീവിക്കാനായിട്ട് സാൻഡൽവുഡിൽ നിന്നുള്ള ഇൻകം കിട്ടും. ഇപ്പൊ ജീവിക്കാനായിട്ടോ ഇവിടെ ഈ കോട്ടേജിൽ നിന്നുള്ള റവന്യൂ കിട്ടി നമുക്ക് അതിൽ നിന്ന് നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടുത്തെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറയുന്നത് ഒരു ശരാശരി മനുഷ്യന് ഇവിടെ ജീവിക്കണമെങ്കിൽ പ്രതിവർഷം 40 ലക്ഷം രൂപ
ഏൺ ചെയ്യേണ്ടതുണ്ട്. 40 lakh rupees. ഓക്കെ, അതായത് പ്രതിമാസം എത്രയും 3,33,333 രൂപ. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മളുടെ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ GST അടക്കേണ്ട കണക്ക് വന്നു. ഗവൺമെന്റ് എംപ്ലോയീസ് ഇനി മുതൽ GST അടക്കണം. അതായത് 1 ലക്ഷം രൂപയ്ക്ക് മേലെ വരുമാനം വാങ്ങുന്നവർ അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ കണക്കെടുത്തപ്പോൾ 5% പോലും ഇല്ല. അതായത് ഇവിടെയുള്ള പോലീസ് ഓഫീസേഴ്സ് ആയിക്കോട്ടെ, ഇവിടെയുള്ള മറ്റ് എംപ്ലോയീസ് ഒക്കെ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ എന്തുണ്ട് 1 lakh ബിലോ ആണ് ഇവിടുത്തെ ഇൻകം. ആകെ റയർ ആയിട്ട് 1 lakh അബവ് പഠിക്കുന്ന 5% ഉള്ളൂ. അപ്പൊ ഇവരെ എങ്ങനെയാണ് ഒരു സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ? അതിന് 2 കാര്യമേ ഉള്ളൂ. അതായത് ഇത്ര വരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ വാല്യൂ ഉള്ള എന്തെങ്കിലും അസറ്റ് വാങ്ങണം. അപ്പൊ ഈ ഒരു അസറ്റ് വാങ്ങിയാൽ എന്താ ഗുണം? നമുക്ക് എല്ലാ മാസം 3 ലക്ഷം 4 ലക്ഷം വാടക കിട്ടും. അപ്പൊ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ 100 പേരെടുത്തു കഴിഞ്ഞാൽ ഇതിൽ 89% ആളുകളും എംപ്ലോയീസ് ആണ്. ഇവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ കുറച്ച് നാള് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കുറച്ച് വരുമാനം ഉണ്ടാക്കും. പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചൊരു ഇവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോകണം. 10% ആൾക്കാർ ബിസിനസ്സുകാരുണ്ട്, നിങ്ങളെ പോലെ സെലിബ്രിറ്റീസ് ഉണ്ട്. അവരെന്താണ് അവരെ സ്കില്ല് കൊണ്ട് പൈസ ഉണ്ടാക്കുന്നു, ലൈഫ് എൻജോയ് ചെയ്യുന്നു. 1% ആൾക്കാരുണ്ട് ഈ ഉണ്ടാക്കിയ പൈസ എന്ത് ചെയ്യും? ഇപ്പൊ ഗായത്രിക്ക് എന്നും ഇതേപോലെ തിളങ്ങി നിൽക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? അത് ചെലവാക്കരുത്. നേരെ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അപ്പൊ എന്ത് പറ്റും? നമുക്ക് നാളെ ഇവിടെ നിലനിൽപ്പില്ലെങ്കിലും ആ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കിട്ടണം. അത് സെക്യൂർ ആവണം, സേഫ് ആവണം. അപ്പൊ അതിനുള്ള ഏറ്റവും വലിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ഗായത്രി ഒറ്റ കാര്യം ചെയ്യാം, ഇനി ഉണ്ടാക്കുന്ന പൈസ ചെലവാക്കാനുള്ളതല്ല. ഇനി എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വേണം ചെലവാക്കാൻ. അതിനാരോടും ചോദിക്കേണ്ട. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ചെലവാക്കാനുള്ളതല്ല. ഉണ്ടാക്കുന്ന പൈസ എന്തിനാ? ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് ചെലവാക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ പറയണത് മേക്ക് മണി, സേവ് മണി, ഇൻവെസ്റ്റ് മണി, സ്പെൻഡ് മണി, ഇങ്ങനെ 4 സെഷനാണ്. പക്ഷെ നമുക്ക് 2 കാര്യങ്ങൾ അറിയില്ല. മേക്ക് മണി അറിയാം, സ്പെൻഡ് മണി അറിയാം. അതിന് 2 സാധനമുണ്ട്. എന്തൊക്കെയാണ്? സേവ് മണി, ഇൻവെസ്റ്റ് മണി. അത് നമ്മൾ മിക്കവർക്കും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയെങ്കിലും നമ്മൾ ഇതേമാതിരി നമ്മൾ 3 കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ മനുഷ്യന്മാർക്ക് അറിയാത്തത്. ഒന്ന്, ഹൗ ടു മേക്ക് മോർ മണി, എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം അറിയില്ല. കുറച്ച് പൈസ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. രണ്ടാമത്താണ് ഹൗ ടു മാനേജ് മണി, അതായത് നമ്മൾ ഉണ്ടാക്കിയ പൈസയെ സ്വന്തമാക്കാൻ നമുക്ക് അറിയില്ല എന്ന് പറയും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല്, നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യാത്തോളത്തോളം കാലം ആ പണം നമ്മുടേതല്ല. ഗായത്രിയുടെ പേഴ്സിൽ ബാഗിൽ ഇപ്പൊ ഒരു 50,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കും. ഈ 50,000 രൂപ ഗായത്രി വിചാരിക്കും നിങ്ങളുടേതാണെന്ന്. അല്ല, ഈ പൈസ വേറെ ആർക്കോ കൊടുക്കാനുള്ളതാ, ചെലവാക്കാനുള്ളതാ. അതേസമയം ആ പണം കൊണ്ട് നമ്മളിപ്പോ എക്സാമ്പിൾ ഒരു 3-4 അല്ല ഒരു ഗ്രാം സ്വർണം മേടിച്ചു. അപ്പൊ അത് ആരതായി? എന്റെ സ്വർണം എന്ന് പറയാം. അതേ സമയത്ത് കയ്യിൽ വെച്ചാലോ ചെലവാക്കാനുള്ളത് നമ്മുടേതല്ല. അപ്പൊ ഇങ്ങനെ പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യാത്തോടത്തോളം കാലം നമ്മുടേതല്ല. ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രോബ്ലം ആണ്, ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അത് വലത്തേക്ക് വേണ്ടി മേടിക്കുന്ന ഇടത്തേക്ക് വേണ്ടി ചെലവായി പോവാ, പൈസ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല. അതിനൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ കൂടുതൽ പൈസ ഉണ്ടാക്കണം. കുറച്ച് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അത് വന്ന പോലെ പോകും. പിന്നെ 3ാമത്തെ കാര്യമാണ് ഹൗ ടു മൾട്ടിപ്ലൈ മണി, അതായത് വന്ന പൈസ ഉണ്ടാക്കിയ പൈസ ഇരട്ടിപ്പിക്കാൻ അറിയില്ല. നമുക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ എന്തറിയില്ല, അതിന് നമ്മൾ മാത്രം പണിയെടുത്താൽ പോരാ, നമ്മൾ ഉണ്ടാക്കുന്ന പണത്തെ കൊണ്ട് കൂടി പണിയെടുപ്പിക്കണം. അതിന് ബെറ്റർ ഓപ്ഷനാണ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇന്ന് കേരളത്തിൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ 100 കോടി രൂപ മൊത്തം ഇവിടെ സർക്കാർ വിചാരിച്ചു 100 കോടി രൂപയാണ് ഗവൺമെന്റ് നമുക്ക് ചെലവാക്കാൻ തന്നേക്കണം. ഇതില് 89% വരുന്ന എംപ്ലോയീസിന്റെ കയ്യിലുള്ളത് 1 കോടി രൂപയാണ്. ഇതിൽ 10 കോടി രൂപ ബിസിനസ്സുകാരില്ല. ഇതില് 1% ആൾക്കാരെ ഇൻവെസ്റ്റർമാരുടെ കയ്യിൽ 89 കോടി ഉണ്ട്. പൈസ കൂടുതൽ എവിടെ കിടക്കണേ? ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ. അതായത് യൂസഫ് അലിക്കയെ പോലുള്ള കൊച്ചൗസഫ് ചീറ്റൽ അവര് അത്തരം ബിസിനസ്സുകാരുടെ കയ്യിലാണ് എവിടെ ഉള്ളത് പൈസ ഉള്ളത്. ഈ പറഞ്ഞ 100 കോടിയിൽ 89 കോടി അവിടെ, 10 കോടി ബിസിനസ്സുകാർ, 1 കോടി ആരെയല്ല? എംപ്ലോയീസിന്റെ കയ്യിൽ. ഈ എംപ്ലോയീസ് ജോലിക്ക് കുറച്ച് ശമ്പളം കിട്ടും. ഇത് വീണ്ടും എന്ത് ചെയ്യും? പല സാധനങ്ങളൊക്കെ ആയിട്ട് കച്ചവടം ബിസിനസ്സുകാരെ കൊടുക്കും. അവരത് അവര് ലോൺ എടുത്തിട്ടുണ്ടാവും, അത് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കും. ഇങ്ങനെ ചെയ്ത് സംഭവം പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിൽ വ്യത്യാസം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉണ്ടാക്കുന്ന പൈസ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതിന് ഇന്ന് ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ സേഫ് ആയിട്ട് സെക്യൂർ ചെയ്യാൻ 2 ഇൻഡസ്ട്രി ഉള്ളൂ. ഏതാണെന്നറിയോ? ഒന്ന് ഗോൾഡ്, 2 ലാൻഡ്. അതായത് സ്വർണത്തിലോ സ്ഥലത്തിലോ ഇൻവെസ്റ്റ് ചെയ്ത് എന്തുണ്ട്?
അത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. എക്സാമ്പിൾ ഗായത്രിയുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്, അത് പൈസ കൊണ്ടുപോയിട്ട് 10-12 പവൻ സ്വർണം മേടിച്ചു. സ്വർണം 6 മാസം മുമ്പുള്ള റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് നോക്കി 50,000 രൂപയിൽ ഒറ്റയടിക്കാണ് 90,000 രൂപ ഇപ്പൊ എത്തിച്ചേർന്നത്. ഇനിയും കൂടും, കാരണം സ്വർണത്തിന് സ്വർണ്ണം ഇല്ല ഇവിടെ, കുഴിച്ച് മൈനിങ് ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ ഇനിയും സ്വർണത്തിന്റെ വില കൂടുന്ന പറയണം, കൂടിക്കൊണ്ടിരിക്കുള്ളൂ എന്നാ പറയണേ. അപ്പൊ ഒന്ന് സ്വർണം, 2 ഭൂമിയാണ്. ഭൂമിയുടെ പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ, നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ടോട്ടൽ 96 ലക്ഷം ഏക്കറാണ്. ഇനി കേരളത്തില് സെല്ലബിൾ പ്രോപ്പർട്ടി എന്ന് പറയും, വിൽക്കാനായിട്ട് ആകെ 11 ലക്ഷം ഏക്കർ ഭൂമിയുള്ളൂ. ഓക്കെ, 10 കൊല്ലം കഴിയുമ്പോൾ ജനസംഖ്യ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ചൈനയെ മറികടന്നുകൊണ്ട് ഇപ്പൊ പോപ്പുലേഷൻ നമ്പർ 1 ആരാന്ന് മനസ്സിലായോ? ആരാ? ഇന്ത്യയാണ് അല്ലെ. അപ്പോ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുക, പക്ഷെ സ്ഥലം കൂടുന്നുണ്ടാ? ഇല്ല. അപ്പൊ എന്ത് പറ്റും? ഈ 11 ലക്ഷം എന്നുള്ള ഏക്കർ എന്നുള്ളത് 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും പതുക്കെ തീർന്നു വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ സെന്റ് വാങ്ങുന്ന ആൾക്കാർ നേരെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറും. ഇപ്പൊ വാങ്ങിയിടുന്ന പ്രോപ്പർട്ടി ഒക്കെ നാളെ ഇരട്ടിയോ അതിന്റെ 100 ഇരട്ടിയോ 10 ഇരട്ടി വരെക്ക് വിൽക്കാൻ പറ്റുന്ന പറഞ്ഞു. അപ്പൊ അത്രയ്ക്ക് ഗ്രോത്ത് ഉള്ള, പിന്നെ മാത്രമല്ല ഭൂമിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് രേഖ പ്രൂഫ് എന്തുണ്ട്? ആധാരം നമ്മുടെ കൈ കിട്ടും. ഇറക്കിയ പൈസ സേഫായി. സ്വർണം ഇറക്കിയ പൈസ സ്വർണം കൈ കിട്ടി. അപ്പൊ ഇത് രണ്ടും എന്തുണ്ട്? നമുക്ക് സേഫ് ആയിട്ട് സെക്യൂർഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റു മേഖലയൊക്കെ ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ സ്വർണ്ണക്കടയിൽ ഇൻവെസ്റ്റ് ചെയ്തു പറയാലോ, ഒരുപാട് ജ്വല്ലറീസ് പൊട്ടിപ്പോകുന്നുണ്ട്. സ്വർണ്ണക്കടയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സ്വർണം വാങ്ങിച്ച് കയ്യിൽ വെക്കണം. സ്വർണ്ണക്കടയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആള് പൊട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ പൈസ പോകും. അതേസമയം സ്വർണം മേടിച്ച് കയ്യിൽ വെച്ചാലോ, അതാണ് വേണ്ടത്. അപ്പൊ ഇന്ന് നമ്മുടെ ഈ പ്രൊജക്ടിന് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതേപോലെ നമ്മുടെ മനുഷ്യന് ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും അതോടൊപ്പം തന്നെ പാരമ്പര്യമായിട്ട് നമ്മുടെ മക്കൾക്ക് കൈമാറാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു ചെയ്യണം. ഇപ്പൊ മിന്നാ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആരോഗ്യമുള്ള ആളുകള് ഇവിടെ ഒരുപാട് വർഷം ജീവിച്ചിരിക്കുന്നു, എസ്പെഷ്യലി കേരളത്തില്. ആരോഗ്യമില്ലാത്ത ജനങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഓക്കെ, എന്തായിരിക്കും ഇതിന്റെ കാരണം? ഗായത്രി തോന്നുന്നുണ്ട് അതിനെ കുറിച്ച്? പണ്ട് പറഞ്ഞിരുന്നത് ഹെൽത്ത് ഈസ് വെൽത്ത്, അതായത് ആരോഗ്യമാണ് സമ്പത്ത്. ഇപ്പൊ അത് മാറിയെന്നാ പറഞ്ഞ സമ്പത്താണ് ആരോഗ്യം. കാരണം ഇവിടെ നമ്മുടെ ഓരോ കാര്യങ്ങൾ, ഹൈജീനിക് കാര്യങ്ങളൊക്കെ വരുമ്പോ തന്നെ എല്ലാത്തിലും എന്തുണ്ട്, നമുക്ക് കൂടുതൽ ഇപ്പൊ എക്സാമ്പിൾ അസുഖം വന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോണതും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോണതും വ്യത്യാസമുണ്ട്. ഇപ്പോ AI ടെക്നോളജി വന്നുകൊണ്ട് ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുക, ഒരു മനുഷ്യന് 150 വയസ്സിൽ ജീവിച്ചിരിക്കാനുള്ള. ഓക്കെ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കയ്യിൽ പണം വേണമെങ്കിൽ മുന്നോട്ട് ജീവിക്കാനായിട്ട്. അപ്പൊ നമുക്കൊരു മാസം ഏറ്റവും ചുരുങ്ങിയത് 3,33,333 രൂപ ഉണ്ടാക്കിയേ തീരും. അതില്ലാത്തോടത്തോളം കാര്യം എന്തുണ്ട്, നമ്മളെ മക്കളെ പഠിപ്പിക്കും, അവരെ ജോലിക്ക് വിടേണ്ടി വരും. കാരണം അവരെ ജോലിക്ക് വിടാനുള്ള സാഹചര്യം എന്താ? നമ്മുടെ കയ്യിൽ അവരെ പഠിപ്പിച്ചൊരു ഡോക്ടറോ അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷണാക്കി മാറ്റാൻ നമ്മുടെ കയ്യിൽ പൈസ വേണം. നമ്മളീ പറഞ്ഞ 50,000 1 ലക്ഷം കൊണ്ട് എന്താവാനാ? അപ്പൊ മക്കളെ വല്ല ചെറിയത് പഠിപ്പിച്ച് ചെറിയ ജോലിക്ക് വിടേണ്ടി വരും, അല്ലെങ്കിൽ വിദേശത്തേക്ക് വിടേണ്ടി വരും. അപ്പൊ നല്ല മക്കളെ കിട്ടണമെങ്കിലും നല്ല ഫ്യൂച്ചർ കിട്ടണമെങ്കിലും നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ നോക്കണമെങ്കിലും മക്കൾ നന്നാവണം അല്ലെ. കാരണം മക്കളുടെ കയ്യിൽ നല്ല ഇൻകം കിട്ടണം. ഇത് കുറച്ച് പണം കിട്ടുന്ന കാരണമാണ് മിക്കവാറും മക്കളെ പോലും നോക്കാത്തത് വിദേശത്ത് പോകുന്നത്. അപ്പൊ അതിന് നല്ല മക്കൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന നമ്മുടെ കയ്യിൽ നല്ലോണം ക്യാഷ് വേണം അല്ലെ. അപ്പൊ ഇപ്പൊ കുറച്ച് പൈസ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിന് ഹയർ റിട്ടേൺ ഉണ്ടാക്കാം. അതായത് സാർ ഇപ്പൊ എന്റെ 1 ലക്ഷം മുടക്കാനില്ല, പക്ഷെ എനിക്ക് ഇന്ന് അതിലൊരു ഭാഗമാവും വേണം. അപ്പൊ ഞാൻ ഇതിനെ റിയൽ എസ്റ്റേറ്റ് ഡീൽ മേക്കേഴ്സ് എന്ന് പറഞ്ഞ എന്തോ സാറ് എവിടെയോ ഞാൻ കേട്ടു. അപ്പൊ അതെന്താണ്? അപ്പൊ ഇപ്പൊ കുറച്ച് പൈസ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിന് ഹയർ റിട്ടേൺ ഉണ്ടാക്കാം. അല്ലെങ്കിലോ ഞങ്ങളുടെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടും ഇതിലൂടെ ഒരു ഹയർ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഏകദേശം ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാത്തിനെ കുറിച്ചും ധാരണ കിട്ടി. എനിക്കൊന്നും ചോദിക്കാൻ ബാക്കിയില്ല. താങ്ക് യു സോ മച്ച് സർ. അപ്പൊ എന്തായാലും നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പിന്റെ ഭാഗമായിക്കൊണ്ട് ഗായത്രി ഞങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. ഓഫ് കോഴ്സ്. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.